നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ഡലം നേതാക്കളെ പരിഗണിക്കാതെ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരത്തിന് പേയ്മെന്റ് സീറ്റ് നൽകിയെന്ന തരത്തിൽ ഫ്ലക്സ് വെച്ചതിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ. ഇത് ഗൂഢാലോചനയുടെ ഭാഗമെന്നും ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമെന്നും ഫ്ലക്സിൽ പേരുള്ള നേതാക്കൾ. നജീബ് കാന്തപുരത്തിന്റെ ജനസമിതിയിൽ ഭയപ്പെട്ടവരാണ് ഫ്ലക്സിന് പിന്നിലെന്ന് KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജ്. പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം. ഹോട്ടലുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിൽ. സിലിണ്ടറുകൾ ലഭ്യമായില്ലെങ്കിൽ ശനിയാഴ്ച മുതൽ ഒറ്റപ്പാലത്ത് ഹോട്ടലുകളുടെ പ്രവർത്തനം നിർത്തിവെക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ. പെരിന്തൽമണ്ണ ഏലംകുളത്ത് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ യുവാവിന് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോടതി. മണ്ണാർക്കാട് കുമരംപുത്തൂർ സ്വദേശി പാറപ്പുറവൻ മുഹമ്മദ് റഫീഖിനാണ് ശിക്ഷ. സംഭവം നടന്നത് 2023 ഏപ്രിലിൽ. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവം. 2 പേർ അറസ്റ്റിൽ. മരിച്ച അനൂപിന്റെ സുഹൃത്തുക്കളായ സന്തോഷ്, സനൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസ്. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ വർദ്ധിക്കുന്ന അപകടങ്ങൾ. നാറ്റ്പാക് സംഘം വിശദമായ പരിശോധന നടത്തി. പരിശോധനാ റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുമെന്ന് സംഘം. തിരുവിഴാകുന്നിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് തുരത്തണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി TK ഇപ്പു. മരിച്ച വനം വകുപ്പ് വാച്ചർ ഷൈജുവിന്റെ ബന്ധുവിന് അടിയന്തരമായി സർക്കാർ ജോലി നൽകണമെന്നും കർഷക കോൺഗ്രസ്. വിശദമായ വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ മണ്ഡലം നേതാക്കളെ പരിഗണിക്കാതെ നജീബ് കാന്തപുരത്തിന് പേയ്മെന്റ് സീറ്റ് നൽകി എന്ന തരത്തിൽ ഫ്ലക്സ് വച്ചതിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത്. കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കൾ മണ്ഡലത്തിൽ തന്നെ ഉള്ളപ്പോൾ കോഴിക്കോട് ഉള്ളൊരാൾക്ക് പേയ്മെന്റ് സീറ്റ് അനുവദിക്കില്ല എന്ന് പെരിന്തൽമണ്ണ മുസ്ലിം ലീഗ് പോരാളികൾ എന്ന പേരിലാണ് ഫ്ലക്സ്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും ഫ്ലക്സിൽ പേരുള്ള 3 നേതാക്കളും പറഞ്ഞു. കഴിവും പ്രാപ്തിയുമുള്ള 3 നേതാക്കൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിലുള്ളപ്പോൾ കോഴിക്കോട് നിന്ന് പേയ്മെന്റ് സീറ്റ് അനുവദിക്കില്ല എന്നും കുഞ്ഞാലിക്കുട്ടിയുടെ പേയ്മെന്റ് സീറ്റ് അവസാനിപ്പിക്കും എന്നൊക്കെയാണ് മുസ്ലിം ലീഗ് പോരാളികൾ എന്ന പേരിലുള്ള ഫ്ലക്സിലുള്ളത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ജില്ലാ സെക്രട്ടറി താമരത്ത് ഉസ്മാൻ എന്നിവരുടെ പേരുകളും ചിത്രങ്ങളുമാണ് ഫ്ലക്സിലുള്ളത്. ഈ ഫ്ലക്സ് കഴിഞ്ഞ ദിവസമാണ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ 3 പേരും പാർട്ടി അംഗീകാരത്തോടെ മുമ്പ് ജനപ്രതിനിധികൾ ആയവരും സംഘടനയുടെ പ്രധാന ഭാരവാഹികളുമാണ്. നജീബ് കാന്തപുരം MLAയുടെ ജനപ്രീതി തകർക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. പാർട്ടി ആരെയാണ് തീരുമാനിച്ചതെങ്കിൽ അവരെ വിജയിപ്പിക്കും. നജീബ് കാന്തപുരത്തിനെതിരെ അസ്വസ്ഥരായവരാണ് ഫ്ലക്സ് നീക്കത്തിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ പറഞ്ഞു. UDFന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ട് മണ്ഡലത്തിലെ ചില ഭാഗങ്ങളിലൊക്കെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ വളരെ കൃത്യമാണ് അതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത്. അതിലെ പരാമർശങ്ങൾ മാത്രം എടുത്താൽ മതി. യാതൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ പറയാന്നുള്ള ഉദ്ദേശത്തിലാണ് പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നജീബ് സാഹിബോടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് എന്ന നിലക്കാണ്. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിനെ പരിഗണിച്ചത് ഒരു പെയ്ഡ് കാൻഡിഡേറ്റ് എന്നുള്ള നിലക്കാണ് ഒരു പരാമർശം ഉണ്ടായത്. നമുക്കറിയാം, ഇവിടെ പെയ്ഡ് കാൻഡിഡേറ്റ് ഏത് പാർട്ടിക്കാണ്, ഏത് മുന്നണിക്കാണ് ഉണ്ടാവല്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലും കേരളത്തിന്റെ പല ഭാഗത്തും പെയ്ഡ് കാൻഡിഡേറ്റിനെ വെച്ച് പരിചയം CPM-നാണ്. അപ്പൊ ആ രൂപത്തിലുള്ള പരാമർശത്തിൽ തന്നെ, ഒരൊറ്റ പരാമർശത്തിൽ തന്നെ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും നേതാക്കൾ ഉണ്ടാവും. അത് ഈ മണ്ഡലത്തിൽ എന്നുള്ളത് മാത്രമല്ല, പല മണ്ഡലങ്ങളിലും ഉണ്ടാവും. അത് പാർട്ടി ആരെയാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ മണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹം ആരെയാണ് പ്രഖ്യാപിക്കുന്നത് വെച്ചെങ്കിൽ അവരാണ് സ്ഥാനാർത്ഥിയായിട്ട് വരിക. അതിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായിട്ട് ഈ പാർട്ടി ഉണ്ടാവും, മുന്നണി ഉണ്ടാവും. യാതൊരു തർക്കവും കാര്യത്തിലില്ല. പിന്നെ കുറെ ഭാരവാഹികളുടെ പേരൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ പരസ്പരം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇനി വരും. അപ്പൊ അതൊക്കെ അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ കണ്ട്
അത് തള്ളിക്കളയാനുള്ള ഒരു ബുദ്ധി UDF-ലെ അണികൾക്കുണ്ട് എന്നാണ് പറയാനുള്ളത്. നജീബ് സാഹിബ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നാടിൻ്റെ വികസനം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ തുല്യതയില്ലാത്ത ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതിൽ അസ്വസ്ഥത പൂണ്ട ആളുകൾ CPM-ൻ്റെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഗതി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് അവജ്ഞതയോടുകൂടി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് അധ്യക്ഷൻ എന്നുള്ള നിലക്ക് അത് തള്ളിക്കളയാണ്. ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമം വിലപോകില്ലെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറിയും സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ AK മുസ്തഫ പറഞ്ഞു. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവഗണിച്ച് വിടാനാണ് പതിവ്. എത്രയോ പോസ്റ്ററുകൾ പെരിന്തൽമണ്ണയിൽ മുൻകാലത്തും വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള അവഗണനയോടുകൂടെ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു നയം. ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പേര് വന്നു, ഇപ്പോൾ പെയ്ഡ് സീറ്റാണെന്നാണ് പറയുന്നത്. ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ ആരാണ് പെയ്ഡ് സീറ്റിൻ്റെ ആളുകൾ? കാലങ്ങളായി ഇവിടെ പെരിന്തൽമണ്ണയിലാണെങ്കിലും തൊട്ടപ്പുറവും ഇപ്പുറമൊക്കെ ഉള്ള മണ്ഡലങ്ങളിലൊക്കെ കാശ് വാങ്ങി സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ആരാ? 1-2 മണ്ഡലങ്ങളിൽ ചെലവാക്കേണ്ടുന്ന പൈസ ഒക്കെയാണ് ചില ആളുകളിൽ നിന്ന് ഇവർ വാങ്ങിയിട്ടുണ്ടാകുക എന്ന് കേൾക്കാറുണ്ട്. നമുക്കറിയില്ല, ജനത്തിൻ്റെ ഇടയിലുള്ള സംസാരമാണ്. അപ്പോൾ ഈ പ്രയോഗങ്ങളും അതുപോലെ തന്നെ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. ഇത് പെരിന്തൽമണ്ണയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കണം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ സംഗതി. അതുമ്പോൾ പെരിന്തൽമണ്ണ ചുറ്റിത്തിരിയില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട്ട് നിന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ടീം UDF ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങും. ആ പ്രഖ്യാപനം കാത്ത് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ വെറുതെ ഒരു പൊയ്വടി പൊട്ടിച്ച് ഞങ്ങളെല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുക, അതിനിടയിൽ ഒന്ന് കുളം കലങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് മീൻ പിടിക്കുക എന്നുള്ള ഒരു മിഥ്യാധാരണയുടെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടിക്ക് പേയ്മെൻറ്റ് സീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാശ് കൊടുത്തിട്ട് നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ വന്നു എന്ന് പറഞ്ഞാൽ ആരാണത് വിശ്വസിക്കുക? നജീബ് കാന്തപുരം കഴിഞ്ഞ പ്രാവശ്യം ആകസ്മികമായിട്ട് പെരിന്തൽമണ്ണയിൽ വന്നത് എന്തുകൊണ്ടാണ്? സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലക്കല്ലേ? ആർക്കാണ് ഇതൊക്കെ അറിയാത്തത്? പിന്നെ ഞങ്ങളിവിടെ കഴിവുള്ള ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പടിയാണ് വിഴുങ്ങിയാൽ തന്നെ അതിനൊക്കെ പാർട്ടിയുടേതായിട്ടുള്ള നയങ്ങളും സമീപനങ്ങളും ഞങ്ങൾക്കൊക്കെ പരിഗണനകൾ അതാത് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനിയും ഞങ്ങളൊക്കെ പ്രതീക്ഷയിൽ തന്നെയാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് പുര നിറഞ്ഞ് നിൽക്കുക എന്നുള്ള തോന്നലൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടി ഞങ്ങളെ പരിഗണിച്ചിട്ടുണ്ട്. ഇനിയും തന്നെ ആ പരിഗണനയൊക്കെ ഞങ്ങളുടെയൊക്കെ ഭാഗത്തു കൂടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഈ തെറ്റിദ്ധാരണയുടെ പിന്നാലെ പോകാൻ ഇപ്പോൾ തൽക്കാലം പെരിന്തൽമണ്ണയിലെ ടീം UDF-ഓ അതിൻ്റെ അനുഭാവികളോ തയ്യാറല്ല. നല്ല ഒരു ഷോക്കിംഗ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും രീതിയിൽ ചെയ്ത് കാട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലും സ്ഥാനാർത്ഥിയായി പിടിച്ച് നിലവിലുള്ള ഒരു രംഗം എങ്ങനെയെങ്കിലും കുളമാക്കണം എന്നുള്ളതാണ് ആരുടെയെങ്കിലും ധാരണയെങ്കിൽ അത് പെരിന്തൽമണ്ണയിൽ ഇനിമേൽ ചെലവാകില്ല എന്നുള്ളതാണ് വളരെ വിനയത്തോടു കൂടി അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാർട്ടിയുടെയും MLA-യുടെയും സ്വീകാര്യത തകർക്കാൻ ഇത് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആസൂത്രിത നീക്കമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി താമരത്ത് ഉസ്മാൻ പറഞ്ഞു. പാർട്ടി തങ്ങളെ നന്നായി അംഗീകരിച്ചിട്ടുണ്ടെന്നും ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ഈ ആസൂത്രിത നീക്കം വിലപ്പോകില്ലെന്നും താമരത്ത് ഉസ്മാൻ പറഞ്ഞു. ആ ബാനർ സതുദ്ദേശപരമല്ല എന്ന് അത് ഒറ്റ നോട്ടത്തിൽ കാണുന്ന ആർക്കും ബോധ്യമാകും. അത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നജീബ് കാന്തപുരം MLA ഉണ്ടാക്കിയ ജനപ്രീതിയെ തകർക്കാനും അതേപോലെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ഈ നിയോജക മണ്ഡലത്തിൽ UDF നടത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള മുന്നേറ്റത്തെ തടയിടാനോ ഏതോ കുതന്ത്രം ആസൂത്രണം ചെയ്യുന്ന കേന്ദ്രത്തിൽ നിന്ന് പിറന്നതാണ് ആ ബാനർ. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, നജീബ് കാന്തപുരം MLA-യുടെ സീറ്റ് പെയ്ഡ് സീറ്റാണെന്നാണ്. മുസ്ലിം ലീഗിന്റെ ഒരു രീതി അനുസരിച്ച് ഓരോ മണ്ഡലത്തിലേക്കും മെറിറ്റ് നോക്കി അതിന് അർഹതപ്പെട്ട ആളുകളെ ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മറ്റു നേതാക്കന്മാരുമായിട്ടൊക്കെ കൂടിയാലോചിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം MLA സ്ഥാനാർത്ഥിയായിട്ട് വന്നു. തീർച്ചയായും കഴിഞ്ഞ 5 കൊല്ലക്കാലം അദ്ദേഹം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ സർവതോമുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടി പ്രത്യേകിച്ച് പുതുതലമുറയെ ലക്ഷ്യം വെച്ച് അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള മികച്ച പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പൊ ഞങ്ങളുടെ അഭിപ്രായം നജീബ് കാന്തപുരം MLA തന്നെ ഇവിടെ മത്സരിക്കണം എന്നാണ്. പൊതുവെ ഈ മണ്ഡലത്തിലെ ഒരു ജനവികാരം അങ്ങനെയാണ്.
അപ്പൊ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ട് ഏതോ കേന്ദ്രങ്ങളിൽ നിന്ന് പടച്ചുണ്ടാക്കിയതാണ് ആ ബാനർ. ഞങ്ങൾ സംശയിക്കുന്നു ഇത് പരാജയ ഭീതി പൂണ്ട ഇടതുപക്ഷ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് CPM കേന്ദ്രങ്ങളിൽ നിന്ന് എവിടെ നിന്നോ ആസൂത്രണം ചെയ്തതാണ് ഈ പദ്ധതി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അതിനകത്ത് പരാമർശിച്ചിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള 3 പേരുടെ ചിത്രം വെച്ചിട്ടുണ്ട് ആ ബാനറിനകത്തും. കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ പെരിന്തൽമണ്ണയിൽ ഉണ്ടായിരിക്കെ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് ഞങ്ങൾക്ക് 3 പേർക്കും മാത്രമല്ല അർഹതപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും മാന്യമായ പരിഗണന പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ AK മുസ്തഫയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി, സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു ബ്ലോക്ക് പ്രസിഡന്റായിട്ട്, പഞ്ചായത്തായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു. പിന്നെ AK നാസർ മാഷ് ഒരു ജനപ്രിയനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ്. താഴക്കോട് ഗ്രാമപഞ്ചായത്ത് ദീർഘകാലം മെമ്പറായി ജനസേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്. പാർട്ടിയിലും അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ടിട്ടുള്ള സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്നെ കുറിച്ചാണെങ്കിലും ഞാൻ നിയോജക മണ്ഡലം തലത്തിൽ പ്രവർത്തിച്ച് ജില്ലാ തലത്തിൽ ഈ ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിമാരിൽ ഒരാളാവുക എന്ന് പറഞ്ഞത് വലിയ അംഗീകാരമല്ലേ? ഈ ജില്ലയിലെ ഏറ്റവും വലിയ യുവജന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആവുക എന്നത് പറയുന്നത് പാർട്ടി എനിക്ക് തന്ന ഏറ്റവും വലിയ അംഗീകാരമല്ലേ? മാത്രമല്ല ബാങ്ക് ഭരണസമിതിയിൽ 2 തവണ പെരിന്തൽമണ്ണ മുനിസിപ്പൽ കൗൺസിലിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലിൽ ഉൾപ്പെടെ എന്തെല്ലാം പരിഗണനകളാണ് ഞങ്ങൾക്കൊക്കെ തന്നിട്ടുള്ളത്. അപ്പോ ഇത് തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി, പ്രവർത്തകർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ആരോ ആസൂത്രിതമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഞങ്ങളുടെ ഒരു പ്രവർത്തകരും ഇതിനകത്ത് വീട് പോവില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നജീബ് കാന്തപുരം കഴിഞ്ഞ 5 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ മികച്ച പ്രവർത്തനങ്ങൾ ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാൻ അദ്ദേഹം തന്നെ ഇവിടെ മത്സരിക്കണം എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലെക്സ് അതേപോലെയുള്ള കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടൊന്നും പെരിന്തൽമണ്ണയിലെ UDFന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നജീബ് കാന്തപുരത്തിന് ജനങ്ങൾക്ക് ഇടയിലുള്ള അംഗീകാരത്തെ ഭയപ്പെട്ടവരാണ് അദ്ദേഹത്തിനെതിരെ ഫ്ലക്സ് വച്ചതെന്നും CPM ആണ് പേയ്മെന്റ് സീറ്റുകാരെന്നും KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് പറഞ്ഞു. നജീബ് കാന്തപുരം തന്നെ സ്ഥാനാർത്ഥിയാവണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെന്നും V ബാബുരാജ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ അത് ആരാണ് പതിച്ചത് എന്ന് കൃത്യമായി നമുക്കറിയാം. അത്തരം ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരത്തിന്റെ ആ ജനപ്രതിനിധിയിൽ ഭയപ്പെട്ട എതിരാളികൾ തന്നെയാണ് ചെയ്തത്. കാരണം ഒരു സംശയമില്ല, ഇത്തരം ഒരുപാട് നോട്ടീസുകൾ ഇതിനു മുമ്പ് മത്സരിച്ച മഞ്ഞളാംകുഴി അലി സാഹിബിനടക്കം പെരിന്തൽമണ്ണ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് മുസ്ലിം ലീഗുകാരോ UDFകാരനോ ഒരു പങ്കുമില്ലാതെ ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കറുത്ത കരങ്ങൾ അത് ആരാണെന്ന് കൃത്യമായി പെരിന്തൽമണ്ണ ജനങ്ങൾക്കറിയാം. അത് പരാജയ ഭീതി പൂണ്ട ആളുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സ്ഥാനാർത്ഥിയെ കിട്ടാത്ത ഒരു മുന്നണി കേരളത്തിലുണ്ടെങ്കിൽ അത് CPM ആണ് എന്ന് അവർ തന്നെ തെളിയിച്ച ഒരു പോസ്റ്ററായിട്ടാണ് ഞങ്ങൾക്ക് അതിനെ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ഇത് മറ്റൊരാളും ഇത് മറ്റൊരു വലിയ രീതിയിലൊന്നും കാണാനോ ഇതൊരു പേയ്മെൻറ്റ് സീറ്റായി കണക്കാക്കാനോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം യൂത്ത് ലീഗിലൂടെ കടന്നു വന്ന് പെരിന്തൽമണ്ണയിലെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഈ നജീബ് കാന്തപുരത്തിനെ ഒരിക്കലും മുസ്ലിം ലീഗിനല്ല UDFന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന് അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തി പെരിന്തൽമണ്ണയിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണെന്നുള്ളത്. CPM സ്ഥാനാർത്ഥികൾ ആരെന്ന് ഒരു പേര് പോലും പെരിന്തൽമണ്ണയിൽ ഉയരുന്നില്ല. CPMന് സ്ഥാനാർത്ഥിയെ കിട്ടാത്ത അവസ്ഥയാണ്. യഥാർത്ഥ പേയ്മെന്റ് സീറ്റ് CPMന് ആണെന്നും നജീബ് കാന്തപുരത്തിന് ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരത്തെ CPM ഭയപ്പെടുന്നുവെന്നും വൻ ഭൂരിപക്ഷത്തോടെ UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും V ബാബുരാജ് പറഞ്ഞു. പെരിന്തൽമണ്ണയിലെ MLA നജീബ് കാന്തപുരത്തെ പോലുള്ള ഒരാള് പെരിന്തൽമണ്ണയെ തോൽപ്പിക്കുക എന്നത് അസംഭവ്യമായ ഒരു കാര്യമായിട്ടാണ് ഇന്ന് CPM LDFും കണക്കാക്കുന്നത്. മലപ്പുറം ജില്ലയിലെ നിന്ന് എണ്ണാവുന്ന 3ാമത്തെ സീറ്റായിട്ടാണ് പെരിന്തൽമണ്ണയിൽ UDF നജീബ് കാന്തപുരത്തിൻ്റെ ഈ സീറ്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെരിന്തൽമണ്ണയിൽ CPMന് സ്ഥാനാർത്ഥിയെ പോലും കിട്ടാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് CPMൻ്റെയും LDFൻ്റെയും പെരിന്തൽമണ്ണയിലെ അവസ്ഥ എന്നുള്ളത്. നമുക്കറിയാം, ഈ അറവ് മാടുകളെ അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ പെരിന്തൽമണ്ണയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേര് പറയുമ്പോൾ ഓരോ നേതാക്കന്മാരും പിൻവലിയുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പേര് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ നജീബ് കാന്തപുരത്തിൻ്റെ ആ ഒരു ആളുകളോടുള്ള ഒരു സമീപനവും ജനങ്ങളുടെ ഇടയിലുള്ള അയാളുടെ അംഗീകാരവുമൊക്കെ ഇന്ന് വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് പെരിന്തൽമണ്ണയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം UDFനും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും അല്ലാത്ത സാധാരണക്കാരായ ആളുകളോടുള്ള ഇടപെടൽ തന്നെയാണ് ഇന്ന് നജീബ് കാന്തപുരത്തെ CPMും LDFും ഭയക്കാൻ കാരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു സംശയവുമില്ല, പെരിന്തൽമണ്ണയിൽ UDFൻ്റെ സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. അത് മുസ്ലിം ലീഗിൻ്റെ
സംസ്ഥാന കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കേണ്ടത്. ഏതായാലും ഞങ്ങൾ കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ ഞങ്ങൾക്ക് പറയേണ്ട വേദികളിൽ ഞങ്ങളുടെ UDFിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊക്കെ നജീബ് കാന്തപുരം തന്നെ പെരിന്തൽമണ്ണയിൽ വേണം എന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സംശയമില്ല, 20,000-ലധികം വോട്ടിന് ഇപ്രാവശ്യം ജനകീയ MLA ആയ നജീബ് കാന്തപുരം വിജയിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, നമ്മുടെ കോൺഗ്രസിനെയും UDFിനെയും ഏറ്റവും നേതാക്കന്മാരെയും ഒക്കെ എഴുതി കാണിക്കുന്ന റിപ്പോർട്ടർ ചാനൽ, മരമുറി ചാനൽ പോലും നജീബ് കാന്തപുരം MLAക്ക് മാർക്കിട്ട് അവർക്ക് 10ാമത്തെ റാങ്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് ഈ പെരിന്തൽമണ്ണയിൽ അദ്ദേഹത്തിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പാചകവാതക സിലിണ്ടറുകളുടെ കടുത്ത ക്ഷാമം മൂലം ഒറ്റപ്പാലം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 100-ലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ശനിയാഴ്ച മുതൽ ഹോട്ടലുകളുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. നിലവിൽ മിക്ക സ്ഥാപനങ്ങളിലും ഇന്നുകൂടി പ്രവർത്തിക്കാനുള്ള സിലിണ്ടറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഗ്യാസ് ക്ഷാമം രൂക്ഷമായതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവനത്തെയാണ് ഇത് നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. ഷൊർണൂർ മുതൽ ഒറ്റപ്പാലം വരെയുള്ള മേഖലകളിലും അമ്പലപ്പാറ, വാണിയംകുളം, കോതകുറിശി തുടങ്ങിയ പ്രദേശങ്ങളിലുമുള്ള 100-ലധികം ലൈസൻസുള്ള ഹോട്ടലുകൾ ഒറ്റപ്പാലം യൂണിറ്റിന് കീഴിലുണ്ട്. ഇതിനു പുറമെ നിരവധി ചെറുകിട ഭക്ഷണശാലകളും ഇതേ പ്രതിസന്ധിയിലാണ്. ക്ഷാമം മുതലെടുത്ത് ചില സ്വകാര്യ ഏജൻസികൾ ഗ്യാസ് സിലിണ്ടറുകൾക്ക് അമിതവില ഈടാക്കുന്നതായും പരാതിയുണ്ട്. കിലോയ്ക്ക് 92-93 രൂപ മാത്രം വില വരുന്ന ഗ്യാസിന് ഇരട്ടിയിലധികം വില ഈടാക്കി ഏജൻസികൾ കൊള്ളലാഭം കൊയ്യുകയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. വിഷയത്തിൽ സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അടിയന്തരമായി ഇടപെടണമെന്നും അമിതവില ഈടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികളായ M സദാശിവൻ, P ഇസ്മായിൽ, TR ജോഷ്, ഷബീർ അലി എന്നിവർ പറഞ്ഞു. ഇന്ന് ഞങ്ങൾക്ക് ഗ്യാസ് നിത്യോപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തോടെ നിലക്കും. അതായത് ഞങ്ങൾക്ക് സ്റ്റോക്കില്ല. ഞങ്ങൾ ഓരോ സ്ഥാപനങ്ങളിലും 1-2 സിലിണ്ടർ എക്സ്ട്രാ ഉണ്ടാവാറുള്ളൂ. ഈ സിലിണ്ടർ വെച്ചുകൊണ്ടാണ് ഇത്രയും ദിവസം ഞങ്ങൾ അടുപ്പ് കത്തിച്ചിട്ടും മണ്ണെണ്ണ സ്റ്റവ് വാങ്ങി കത്തിക്കേണ്ട സാഹചര്യം കൂടി, ഡീസൽ വാങ്ങി കത്തിച്ചിട്ട് ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഓരോ സ്ഥാപനങ്ങളിൽ. ഇന്ന് ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ സ്ഥാപനം നാളെ അടച്ചിടും. അത് അതിനൊരു എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു മാനദണ്ഡമൊന്നും അതിലില്ല. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കണ്ണു തുറക്കാൻ ഒരു സർക്കാരും ഒരു ഉദ്യോഗസ്ഥരും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും മറ്റുള്ള വിപണിയിലുള്ള പ്രൈവറ്റ് കമ്പനിക്കാർ, ഗ്യാസ് കമ്പനിക്കാർ അധിക വില ഈടാക്കി, കരിഞ്ചന്ത കമ്പനിക്കാർ അധിക വില ഈടാക്കിയിട്ടാണ് ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങൾക്കും ഞാൻ ഗ്യാസ് നൽകുന്നത്. അതായത് 92-93 രൂപ ഒരു കിലോ ഗ്യാസിന് ഉണ്ടാവുന്ന ഈ സാഹചര്യത്തിൽ 165-170 രൂപയാണ് ഒരു കിലോ ഗ്യാസിന് മേടിക്കുന്നത്. ഇന്ന് 200 രൂപയാണ് ഒരു കിലോ ഗ്യാസിന് മേടിക്കുന്നത്. അങ്ങനെ വരുന്ന ഈ സാഹചര്യത്തിൽ 19 കിലോ ഗ്യാസ് ഫില്ല് ചെയ്യാൻ 1800-1900 രൂപ വരുന്ന സാഹചര്യം, ഒരു ഗ്യാസ് ഫില്ല് ചെയ്യാൻ വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഡബിൾക്ക് 3000-4000 രൂപ, 3800-4000 രൂപ കൊടുത്തിട്ടാണ് ഈ ഹോട്ടൽ ഉടമകൾ ഇന്ന് ഗ്യാസ് മേടിക്കുന്നത്. പെരിന്തൽമണ്ണ ഏലംകുളത്ത് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ യുവാവിന് മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം തടവും 3,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് പാറപ്പുറവൻ മുഹമ്മദ് റഫീഖിനാണ് ശിക്ഷ വിധിച്ചത്. 2023 ഏപ്രിൽ 4-ന് ഏലംകുളത്തെ ഭാര്യ വീട്ടിൽ എത്തിയ പ്രതി ഭാര്യ ഫാത്തിമ ഫഹനയെ മർദ്ദിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2017-ലാണ് ഫാത്തിമ ഫഹനയുടെയും മുഹമ്മദ് റഫീഖിൻ്റെയും വിവാഹം നടന്നത്. ഭാര്യ ഗർഭിണിയായ കാലം മുതൽ അസ്വാരസ്യങ്ങളെ തുടർന്ന് ഇവർ അകന്നു കഴിയുകയായിരുന്നു. വീട്ടുകാരുടെയും മറ്റും ഇടപെടൽ കാരണം രണ്ടുപേരും ഒന്നാവുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് 2023 ഏപ്രിൽ 4-ന് ഫാത്തിമ ഫഹനയെ മുഹമ്മദ് റഫീഖ് കൊലപ്പെടുത്തുന്നത്. ഏലംകുളത്തെ ഭാര്യ വീട്ടിൽ വന്നതായിരുന്നു പ്രതി. ഭാര്യയുമായി തർക്കമുണ്ടാവുകയും മർദ്ദിക്കുകയും അടിച്ചും കഴുത്ത് പിടിച്ച് ഞെരിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം ഭാര്യയുടെ കൈകാലുകൾ കിടപ്പുമുറിയിലെ കട്ടിലിലേക്കും ജനാലിലേക്കും തുണികൊണ്ട് കൂട്ടിക്കെട്ടി ബന്ധിപ്പിക്കുകയും ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ പ്രതി കൊണ്ടുപോവുകയും ചെയ്തു. ഇവരുടെ 4 വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ വച്ചായിരുന്നു ഈ ക്രൂരകൃത്യം. പെരിന്തൽമണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന വി ഷാജുവാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സി അലവിയാണ് ആദ്യം അന്വേഷണം നടത്തിയത്. പോലീസ് ഇൻസ്പെക്ടർ എ പ്രേംജിത്താണ് കുറ്റപത്രം സമർപ്പിച്ചത്. സിവിൽ പോലീസ് ഓഫീസർ പി ഹരിലാൽ അന്വേഷണത്തിൽ സഹായിച്ചു. പ്രതി കോടതിയുടെ ജാമ്യത്തിലായിരിക്കെ ഭാര്യ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഭാര്യാപിതാവിനെയും കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി
ജാമ്യവ്യവസ്ഥ ലംഘിച്ചിരുന്നു. പ്രതിയെ വിചാരണ ചെയ്യണമെന്ന പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച് കോടതി പ്രതിയുടെ ജാമ്യം റദ്ദു ചെയ്ത് കസ്റ്റഡിയിൽ വിചാരണ നടത്തിയാണ് കേസിൽ വിധി പറഞ്ഞത്. മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി ജീവപര്യന്തം തടവും 3,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രതി പിഴ അടച്ചാൽ ഫഹനയുടെ കുട്ടിക്ക് നൽകണം. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EM കൃഷ്ണൻ നമ്പൂതിരി ഹാജരായി. 31 സാക്ഷികളെ വിസ്തരിച്ചു. 59 രേഖകളും 10 തൊണ്ടിമുതലുകളും ഹാജരാക്കി. ശിക്ഷ അനുഭവിക്കുന്നതിനായി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. അമ്പലപ്പാറ അകവണ്ടയിൽ തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ 2 പേരെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. മരിച്ച അനൂപിൻ്റെ സുഹൃത്തുക്കളായ വേങ്ങശ്ശേരി സ്വദേശി സന്തോഷ്, സനൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് സുഹൃത്തുക്കളെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വേങ്ങാശ്ശേരി തുരുതിക്കീഴായിൽ പാലം വല്ലേംകുന്നത്ത് വീട്ടിൽ 31-കാരനായ സന്തോഷ്, 31-കാരനായ സനൽ എന്നിവരെയാണ് ഇൻസ്പെക്ടർ A അജീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. പുലാപ്പറ്റശ്ശേരി പൊട്ടച്ചീനിക്കൽ വീട്ടിൽ അനൂപ് മരിച്ച കേസിലാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി ഇവരെ അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 9:30 അകവട്ടപ്പാലത്തിന് സമീപം തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെയാണ് അനൂപിന് ഷോക്കേറ്റത്. ബാറ്ററി ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടെ വെള്ളത്തിലിറങ്ങിയ അനൂപിന് അശ്രദ്ധമായി ഷോക്കേൽക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കൂടെയുണ്ടായിരുന്ന സന്തോഷും സനലും ചേർന്ന് അനൂപിനെ ഉടൻ തന്നെ അടുത്തുള്ള മെഡിക്കൽ സെന്ററിലും തുടർന്ന് കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മീൻ പിടിക്കാൻ ഉപയോഗിച്ച ബാറ്ററിയും മറ്റ് അനുബന്ധ സാമഗ്രികളും കണ്ടെത്താനായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും. പട്ടാമ്പി മണ്ഡലത്തിൽ വികസന മുരടിപ്പാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഉണ്ടായതെന്നാരോപിച്ച് BJPയുടെ പ്രതിഷേധം. MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ മേൽപ്പാലം മാക്കാത്തതിനെതിരെ യുവാക്കൾക്ക് വേണ്ടി തൊഴിലവസരം സൃഷ്ടിക്കാത്തതിനെതിരെ 10 വർഷം ഭരിച്ചിട്ടും യാതൊരു വികസന പദ്ധതികളും കൊണ്ടുവരാത്ത പട്ടാമ്പിയുടെ വികസനം. പട്ടാമ്പി മണ്ഡലത്തിൽ വികസന മുരടിപ്പാണെന്നാരോപിച്ചായിരുന്നു BJP നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയം പരിസരത്ത് നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. വാഗ്ദാനങ്ങൾ പലതും നൽകി പാലിക്കാതെ നടക്കുന്നവനെ പട്ടാമ്പിയിലെ വികസനമെല്ലാം 10 വർഷം നശിപ്പിച്ചവനെ ജനമഞ്ജകനെ MLA നിങ്ങൾക്കെതിരെ ഉയരുന്നു. BJPയുടെ പ്രതിഷേധം. പട്ടാമ്പിയിലെ റോഡ് പണി ഇടഞ്ഞു നീങ്ങിയ വർഷം ഇതുവരെ ആയിട്ടും പട്ടാമ്പിയിലെ റോഡ് പണി. മേലെ പട്ടാമ്പിയിൽ പോലീസ് മാർച്ച് തടഞ്ഞു. പട്ടാമ്പി നീള IPT റോഡ് നവീകരണത്തിൽ വലിയ അഴിമതിയാണ് നടക്കുന്നതെന്നും പണി പൂർത്തിയാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെന്നും BJP കുറ്റപ്പെടുത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. കോടതിയിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഈ കുറ്റവിചാരണയുടെ സമാപ്തി എന്ന രീതിയിൽ ഈ MLA നമുക്ക് വേണ്ട എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന MLA, അതിന് മുൻപുണ്ടായിരുന്ന MLA-മാർ UDF-ഉം LDF-ഉം മാറി മാറി ഇവിടെ MLA ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒന്നും നടപ്പാക്കിയിട്ടില്ല എന്നാണ് ഈ കുറ്റപത്രം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കുറ്റപത്രം ഈ ഒരു MLA-ക്കെതിരെ മാത്രമുള്ള കുറ്റപത്രമല്ല. പട്ടാമ്പി നിയോജക മണ്ഡലം രൂപം കൊണ്ട കാലം മുതൽ 2 മുന്നണികളുടെയും MLA-മാർ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാം ഇതിന് ഉത്തരവാദികളാണ്. അതുകൊണ്ട് ഈ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നത് ഇപ്പോഴുള്ള MLA മൂസീൻ മാത്രമല്ല, മുൻപുണ്ടായിരുന്ന LDF-ന്റെയും UDF-ന്റെയും എല്ലാവരുടെയും. കൊപ്പം മണ്ഡലം പ്രസിഡന്റ് രാജകുമാരൻ അധ്യക്ഷനായി. നേതാക്കളായ അഡ്വക്കേറ്റ് P മനോജ്, നന്ദകുമാർ, ഗോപി പൂവക്കോട്, C അനിൽകുമാർ, കൃഷ്ണൻകുട്ടി, പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു.
തിരുവിഴാംകുന്ന് ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനകളെ കുങ്കിയാനകളെ ഉപയോഗിച്ച് കൊണ്ടുപോകണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി.കെ. ഇപ്പു ആവശ്യപ്പെട്ടു. കാട്ടാനകളുടെ ആക്രമണത്തിൽ മരിച്ച വനംവകുപ്പ് വാച്ചർ ഷൈജുവിന്റെ ബന്ധുവിന് അടിയന്തരമായി സർക്കാർ ജോലി നൽകണമെന്നും ഇപ്പു പറഞ്ഞു. ആഴ്ചകളായി ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനകളെ കാടുകയറ്റാൻ സാധിച്ചിട്ടില്ല. കുങ്കിയാനകളെ അടിയന്തരമായി എത്തിച്ച് ആനകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ആനകളെ തുരത്തുന്നതിനിടെയാണ് വാച്ചർ ഷൈജുവിനെ കാട്ടാന കൊലപ്പെടുത്തിയത്. ഷൈജുവിന്റെ കുടുംബത്തിന് എത്രയും വേഗം സ്ഥിരം ജോലി നൽകണം. നഷ്ടപരിഹാരമായി നൽകാനുള്ള ബാക്കി 5 ലക്ഷം രൂപയും ഉടൻ നൽകണം. കർഷക കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി യോഗം ഞായറാഴ്ച നടക്കും. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ടി.കെ. ഇപ്പു പറഞ്ഞു. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. ഇപ്പോൾ അടുത്ത് ഒരു ദാരുണമായ സംഭവം നടന്നു. ആ സംഭവത്തിൽ ഷൈജു എന്ന 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ദാരുണമായി മരിച്ചു. 2 ആനകളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ജനങ്ങളെ. ഈ ആനകളെ ഇവിടുന്ന് കയറ്റി അയക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അതിന് വേണ്ട തക്കതായ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതുകൊണ്ട് കർശനമായി കുങ്കിയാനകളെ കൊടുന്ന് ഈ ആനകളെ ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ എവിടേക്കെങ്കിലും കയറ്റി അയക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പിന്നെ ഈ കുട്ടിക്ക് 5 ലക്ഷം രൂപ കൊടുത്തു ഫസ്റ്റ് എയ്ഡായിട്ട്. ഇനി 5 ലക്ഷം പെട്ടെന്ന് അവർക്ക് കൊടുക്കുകയും വേണം. അതിൽ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് താൽക്കാലികമായിട്ടുള്ള ജോലിയല്ല, സ്ഥിരം പെർമനൻ്റായിട്ടുള്ള ജോലി കൊടുക്കാമെന്നും പറഞ്ഞിട്ടില്ല. അതും പെട്ടെന്ന് കൊടുക്കണം. അതുപോലെ ഈ വാച്ചർമാർക്ക് എലിഫൻറ്റ് വാച്ചർമാർക്ക് പെട്ടെന്ന് അവർക്ക് അടിയന്തരമായിട്ട് ഈ ആനനെ മേലോട്ട് കയറ്റുന്ന പ്രവൃത്തിയിൽപ്പെട്ടവർക്ക് അതിന് വേണ്ട ഉപകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും മണ്ണാർക്കാട് MLA ആകാൻ സാധിച്ചാൽ സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരുമെന്നും കൂടാതെ ടൂറിസം മേഖലയെ പ്രയോജനപ്പെടുത്തുമെന്നും എൻ ഷംസുദ്ദീൻ MLA. പുതുതലമുറയ്ക്കായി ആധുനിക തൊഴിൽ മേഖലകൾ ഒരുക്കാനും ലക്ഷ്യമുണ്ട്. മലബാർ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് MLA ഇക്കാര്യം പറഞ്ഞത്. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലബാർ ന്യൂസിന്റെ MLAയോടൊപ്പം എന്ന പ്രത്യേക അഭിമുഖത്തിലാണ് തുടർന്നും മണ്ണാർക്കാട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചെയ്യാനുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം ആഗ്രഹം പങ്കുവച്ചത്. സർക്കാരിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം കൂടാതെ ടൂറിസം മേഖലയെ പ്രയോജനപ്പെടുത്തൽ, ആധുനിക തൊഴിൽ മേഖലകൾ തുടങ്ങിയവ നടപ്പാക്കാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ നവീകരിക്കപ്പെട്ടതും റോഡ് നവീകരണത്തിനായി ഏറ്റവും കൂടുതൽ തുക ചിലവാക്കിയതും മണ്ണാർക്കാട് മണ്ഡലത്തിലാണെന്നും MLA പറഞ്ഞു. ഇനി നമുക്ക് ഞാൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, ഒരു സാങ്കേതിക വിദ്യാലയം അല്ലെങ്കിൽ ഒരു കലാലയം, പോളിടെക്നിക്കോ എഞ്ചിനീയറിംഗ് കോളേജോ ഗവൺമെൻറ് സെക്ടറിൽ നമ്മുടെ മണ്ഡലത്തിൽ ആവശ്യമുണ്ട്. പ്രൈവറ്റ് സെക്ടറിലുണ്ട്, ഗവൺമെൻറ് സെക്ടറിൽ വേണം. അതുപോലെ തന്നെ നമുക്ക് തൊഴിലിന് പുതുതലമുറക്ക് സൈബർ പാർക്ക്, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അത് പലപ്പോഴും അതിനു വേണ്ടി നമ്മൾ പോകുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നവും റെയിൽവേ സ്റ്റേഷൻ്റെ കുറവും ഒക്കെയാണ് പലപ്പോഴും നമ്മൾ നേരിട്ട പ്രശ്നങ്ങൾ. അതൊന്നും ഇന്നത്തെ കാലത്തൊരു വിഷയമല്ല. ഇപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് റോഡ് കണക്ടിവിറ്റി വന്നു അല്ലേ. ഇനി ഗ്രീൻഫീൽഡ് ഹൈവേയും കൂടി വന്ന ആ പ്രശ്നമില്ല. അപ്പോൾ സൈബർ പാർക്കുകൾ വേണം, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വേണം. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം സാധ്യതകളെ നല്ല രീതിയിൽ ഇനിയും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതിൽ ചില പദ്ധതികളുണ്ട്, അതൊക്കെ വരണം. അതുപോലെ തന്നെ നമ്മുടെ നഗരവുമായി ബന്ധപ്പെട്ട കുറേ സംഗതികൾ, നല്ലൊരു ഗ്രൗണ്ട് വേണം, പാർക്ക് വേണം. ഇതിനൊക്കെ നഗരസഭയെയും സഹായിച്ചുകൊണ്ട്, അത് അതിൻ്റെ അതോറിറ്റി നഗരസഭയാണ്. അപ്പോൾ നഗരസഭയ്ക്ക് സഹായകരമാകുന്ന രീതിയിൽ, അതുപോലെ തന്നെ നമ്മളെ പലയിടത്തും കളിക്കളങ്ങൾ സജീവമാകണം. കുട്ടികളൊക്കെ സ്പോർട്സ് താല്പര്യങ്ങളിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ആഗ്രഹങ്ങളാണ് ഉള്ളത്. ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ അതിനൊക്കെ ആയിരിക്കും മുൻതൂക്കം നൽകുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതൊക്കെ പിന്നെ പാർട്ടിയാണ് അവസരവും തീരുമാനമൊക്കെ വരേണ്ടത്. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു.
പാലക്കാട് കുളപ്പുള്ളി പാതയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നാറ്റ്പാക് സംഘം പാതയിൽ വിശദമായ പരിശോധന നടത്തി. പാതയിലെ 8 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള 5 പ്രധാന ബ്ലാക്ക് സ്പോട്ടുകളിലാണ് സംഘം പരിശോധന നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പും പാലക്കാട് IITയും ചേർന്ന് നടത്തിയ ആദ്യഘട്ട പരിശോധനയ്ക്ക് പിന്നാലെയാണ് ദേശീയ ഗതാഗത ആസൂത്രണ ഗവേഷണ കേന്ദ്രം സംഘം പാതയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനെത്തിയത്. ചെനക്കത്തൂർക്കാവ് പരിസരത്ത് വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കുന്നതായി സംഘം കണ്ടെത്തി. ഇത് അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്നതിനാൽ ഇവിടെ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിക്കണമെന്ന് സംഘം നിർദ്ദേശിച്ചു. കൂടാതെ അപകട സാധ്യതാ മേഖലകളിൽ വാഹനങ്ങൾ മറികടക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള കർശനമായ സംവിധാനങ്ങൾ ഒരുക്കണം. ചെനക്കത്തൂർ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ഭക്തർ റോഡ് മുറിച്ചു കടക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പ്രത്യേക ഗാർഡുകളെ നിയോഗിക്കുന്നതിനെക്കുറിച്ചും സംഘം പ്രാഥമികമായി ആലോചിക്കുന്നുണ്ട്. പാതയിലെ വളവുകൾ, സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രകാശം, റോഡിന്റെ നിലവാരം, ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുമെന്ന് നാറ്റ്പാക് മുതിർന്ന ശാസ്ത്രജ്ഞൻ B. അനീഷ് പറഞ്ഞു. റോഡിലെ കഴിഞ്ഞ 3 വർഷത്തെ സ്ഥിതിവിവരക്കണക്കുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള 5 പോയിന്റുകൾ അല്ലേ, 5 പോയിന്റുകളിലെ പ്രാഥമിക പഠനം നാറ്റ്പാക്കിന്റെയും പാലക്കാട് IITയുടെയും സഹായത്തോടെ നമ്മൾ നടത്തുകയാണ്. അപ്പോൾ അവിടെ വേണ്ടിയിരുന്ന റെമഡിയൽ മെഷേഴ്സ്, ഏതൊക്കെ തരത്തിൽ ഈ അപകടങ്ങൾ തടയാം, ജീവനഷ്ടം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനായിട്ട് പാലക്കാട് IITയിലെയും നാറ്റ്പാക്കിലെയും 2 എക്സ്പെർട്ടുകളാണ് സഹായമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവരതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ലൊക്കേഷൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് റോഡ് സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിച്ചാകും തുടർ നടപടികൾ സ്വീകരിക്കുക. പരിശോധനാ സംഘത്തിൽ പാലക്കാട് എൻഫോഴ്സ്മെന്റ് RTO KB രഘു, ഒറ്റപ്പാലം ജോയിന്റ് RTO GC താര, ITI അസോസിയേറ്റ് പ്രൊഫസർ ഭവത്രാധൻ, MBIമാരായ PJ റെജി, VK വത്സൻ, രാജൻ, അജയ് തോമസ്, AMVI R അരുൺ, റിസർച്ച് ഫെല്ലോ ശ്രീലക്ഷ്മി രാജ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തച്ചനാടുകര ചാമപ്പറമ്പ് നറുക്കോട് പ്രദേശത്തെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മണ്ണാർക്കാട് വാട്ടർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാമെന്ന അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. വിഷയങ്ങൾക്ക് അറിയണ്ടാവും. മുന്നേ കുടിവെള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ചാമപ്പറമ്പ് തീരെ വെള്ളം കിട്ടുന്നില്ല. അവിടുത്തെ മോട്ടോർ കംപ്ലൈന്റ് ആയിട്ട് 5 വർഷം മുമ്പ് കൊണ്ടുപോയതല്ലേ. ആ മോട്ടോർ എന്തുണ്ടായി? ആ മോട്ടറിന്റെ കാലപ്പഴം കാരണം പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മളിപ്പോ അന്ന് പഞ്ചായത്തിന്റെ ഒരു ലെറ്റർ പ്രകാരം നമ്മൾ എസ്റ്റിമേറ്റ് പഞ്ചായത്തിന്റെ ലെറ്റർ അവിടെ കിട്ടും. നിങ്ങൾ വാട്ടർ അതോറിറ്റി എന്നുള്ള രീതിയിൽ വാട്ടർ അതോറിറ്റി ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു മോട്ടർ നമുക്കിപ്പോ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾക്ക് സ്റ്റാൻഡ് ബൈ ഇല്ല. നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആക്ച്വലി എന്ത് തീരുമാനമാക്കാൻ പറ്റും. വേറെ ഏതെങ്കിലും പമ്പ് ഹൗസ് എത്ര 5 കൊല്ലമായില്ലേ സാർ? 5 വർഷമായില്ലേ? 5 വർഷമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ നാട്ടുകാർ ആളുകൾ പലർക്കും നിങ്ങൾക്ക് ഇതുവരെ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എല്ലാ മാസം അവിടെ ബില്ല് മേടിക്കാൻ കറക്റ്റ് സമയത്ത് അവിടെ വരുന്നുണ്ടല്ലോ. ഇത് തീരെ വെള്ളം കൊടുക്കാതെ മിനിമം ചാർജ് 148 രൂപ നിങ്ങൾ മേടിച്ചുകൊണ്ടുണ്ടല്ലോ. 1000-ലധികം കണക്ഷനല്ലേ തച്ചനാട് പഞ്ചായത്തിൽ? മുറിയങ്കണ്ണി ശുദ്ധജല പദ്ധതിയുടെ മോട്ടോർ കേട് വന്നിട്ട് 5 വർഷമായി. പകരം മോട്ടോർ സ്ഥാപിച്ചില്ല. ഇതോടെ ചാമപ്പറമ്പ് നറുക്കോട് മേഖലയിലേക്ക് വെള്ളം എത്തുന്നില്ലെന്ന പരാതിയുമായാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വാട്ടർ അതോറിറ്റിയിലെത്തി പ്രതിഷേധിച്ചത്. വെള്ളമില്ലാതെ കൊല്ലങ്ങളായി നാട്ടുകാരെ ദ്രോഹിക്കുന്നു. വെള്ളമില്ലാ ബില്ലുണ്ട്. ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? പറയൂ അധികാരികളെ. നിങ്ങൾക്കെതിരെ ഉയരുന്നു. യൂത്ത് ലീഗിൽ പ്രതിഷേധം. കേടായ മോട്ടോർ വാങ്ങാൻ പഞ്ചായത്ത് തുക വകയിരുത്തണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ നിലപാട്. ഇത് ഓഡിറ്റ് തടസ്സം വരുമെന്നതിനാൽ തുക വകയിരുത്താനാവില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരും പറയുന്നത്. 5 വർഷമായി വെള്ളം ലഭിക്കുന്നില്ലെങ്കിലും ഉദ്യോഗസ്ഥർ ബില്ല് കൃത്യമായി പിരിക്കുന്നുണ്ടെന്ന് സമരക്കാർ ആരോപിച്ചു.
ഉന്നത ഉദ്യോഗസ്ഥർ ഓഫീസിലില്ലാത്തതിനാൽ ഷൊർണൂരിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ഫോണിൽ സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരക്കാർ പിരിഞ്ഞത്. ഇതിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമുക്കറിയാം മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വേണ്ടത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ്. നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യം വരും. ആ സമയത്ത് പോലും ഇവർക്ക് കുടിവെള്ള വിതരണം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് തീർത്തും അനാസ്ഥയാണ്. അതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല 1500ഓളം കണക്ഷൻ തച്ചനാട്ട് പഞ്ചായത്തിലുണ്ട്. ഈ ചാമപ്പറമ്പ്, നരക്കോട് ഭാഗത്ത് തന്നെ 200ൻ്റെ അടുത്ത് കണക്ഷൻ ഉണ്ട്. അതിലൊക്കെ അവർ കൃത്യമായി ബില്ല് കൊടുക്കുകയും പണം പിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. AXC ഷൊർണൂരിൽ നിന്ന് വിളിച്ച് ഇന്ന് തന്നെ അതിൻ്റെ പ്രപ്പോസൽ കൊടുക്കാം. അധികം വൈകാതെ, കൃത്യമായ ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും അധികം വൈകാതെ തന്നെ ഇതിനെ കാര്യത്തിൽ തീരുമാനമാക്കാം എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ താൽക്കാലികമായി മെമ്പർമാരോടൊക്കെ അനുമതിയോട് കൂടിയിട്ട് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയാനുള്ളത്, അടിയന്തിരമായി ഈ ഒരു വിഷയത്തിൽ മനുഷ്യന്മാരുടെ ജനനന്മയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള സമരമാണ്. ഇതൊരു പൊളിറ്റിക്കലി ബേസ് ചെയ്തുള്ള സമരമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു റമദാൻ മാസം ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടി എന്നിട്ട് ഈ ഒരു സമരത്തിന് വരാനുണ്ടായ കാരണം, അടിയന്തിരമായി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണം. അതല്ല എങ്കിൽ യൂത്ത് ലീഗിന് പറയാനുള്ളത്, വെള്ളം നൽകാതെ അവിടെ നിന്നും പണം പിരിച്ചു കൊണ്ടുപോകാം, അവിടെ നിന്നും ബില്ല് കൊടുക്കാമെന്ന് ഒരു വാട്ടർ അതോറിറ്റി അധികാരികൾ മോഹിക്കേണ്ട. യൂത്ത് ലീഗ് അത് തടയും. പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൾ സലാം ചെത്തല്ലൂർ, ഹസീന റഷീദ്, നേതാക്കളായ റഫീഖ് കുണ്ടൂർക്കുന്ന്, ഉനൈസ് ചെത്തല്ലൂർ, കബീർ അണ്ണാൻതൊടി, റഷീദ് മുരിയങ്കണ്ണി, ഫാസിൽ ചേങ്ങാട്ടിൽ, അലി ചെന്നാരിയിൽ, ബഷീർ നർക്കോട്ടിൽ, ഫാസിൽ ചാമപ്പറമ്പ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് നവീകരണത്തിന്റെ ആദ്യഘട്ട പ്രവൃത്തി പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ഇതോടൊപ്പം ബ്ലോക്ക് തല പ്രകൃതി കിസാൻ മേളയും സംഘടിപ്പിച്ചു. കൃഷിവകുപ്പിന് കീഴിൽ പട്ടാമ്പി പാലക്കാട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ഓർച്ചാർഡാണ് 5 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്നത്. ഓർച്ചാർഡിന്റെ സമഗ്ര വികസനം, ഓക്സിജൻ പാർക്ക്, ഫാം ടൂറിസം എന്നിവയുടെ ആദ്യഘട്ട പൂർത്തീകരണ ഉദ്ഘാടനമാണ് നടന്നത്. ലാൻഡ് ഡെവലപ്മെന്റ് വർക്കിൽ ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള നടപ്പാത തട്ടുകളാക്കി തിരിച്ച് നിലം ശരിയാക്കൽ, ഇറിഗേഷൻ സംവിധാനം, പാഴ്മരങ്ങൾ വെട്ടിമാറ്റൽ, കുട്ടികൾക്കായുള്ള പാർക്ക്, ആംഫി തിയേറ്റർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. മരങ്ങൾക്കിടയിലൂടെ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൃഷിയിലേക്ക് കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾക്കൊപ്പം ഒഴിവുവേളകളിൽ കുടുംബസമേതം സമയം ചെലവഴിക്കാനുള്ള ഇടമായാണ് ഇവിടെ ഓക്സിജൻ പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. കൃഷിമന്ത്രി പി പ്രസാദ് പദ്ധതി പൂർത്തീകരണത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേഖലയിൽ 2595 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പാക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു. കർഷകർക്ക് സഹായകമാവുക, വളരെ വേഗത്തിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ വിളവെടുക്കാൻ പറ്റുന്ന വിത്തിനങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ കർഷകരുടെ ഉൽപ്പന്നം കിട്ടിയാൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാവേണ്ടതുണ്ട്, സംസ്കരിച്ചു വെക്കാൻ പറ്റുന്നുണ്ടാവേണ്ടത്. ഇതൊക്കെ ഈ കാലത്ത് നമുക്ക് നടപ്പിലാക്കേണ്ടതാണ്. എല്ലാത്തിനും പൈസയായിരുന്നു വലിയ പ്രതിസന്ധിയും പ്രയാസവും. പണം ലഭ്യമാവാൻ വേണ്ടി നോക്കി സംസ്ഥാന സർക്കാരിന് എല്ലാത്തിനും പൈസ കൊടുക്കാൻ പ്രയാസമാണ്. കിഫ്ബി ഇപ്പോൾ തന്നെ ഏതാണ്ട് 1,10,000 കോടിയോളം രൂപ വിനിയോഗിച്ചു കഴിഞ്ഞു കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ കിഫ്ബിയോട് നോക്കി, കിഫ്ബിയുടെ ചിലപ്പോൾ സാമ്പത്തികമായി നമ്മൾ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. മറ്റ് ഒരുപാട് ധനകാര്യ സംവിധാനങ്ങളോടും കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിലൊക്കെ നമ്മൾ പോയി, എങ്ങൊന്നും പണം ലഭ്യമാവാത്ത അവസ്ഥയിൽ വേൾഡ് ബാങ്കിന്റെ ഒരു ലോൺ തരപ്പെടുമോ എന്ന് നമ്മൾ നോക്കി. അങ്ങനെ ഒരു ലോൺ ലഭ്യമായി. 2595 കോടിയുടെ ഒരു വലിയ പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചു എന്ന കാര്യം ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ 40 കൊല്ലക്കാലത്തിനിടയിൽ കേരളത്തിന്റെ കാർഷിക മേഖല നടക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ്. ഇപ്പൊ ഗവൺമെന്റിന്റെ കാലാവധിയൊക്കെ തീരാൻ പോകുന്നു. കൃഷിമന്ത്രി എന്ന കാലത്ത് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ 5 കൊല്ലക്കാലം കൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ പറയുന്നതാണ്, കഴിഞ്ഞ 40 കൊല്ലക്കാലമായി കേരളത്തിലെ കൃഷി വകുപ്പിൽ ഒരു വലിയ പദ്ധതി നടപ്പിലാക്കില്ല. ഈ 40 കൊല്ലക്കാലത്തിടയിൽ കേരളത്തിലെ കാർഷിക മേഖല കാണുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് 2595 കോടി രൂപയുടെ പദ്ധതി. അത് വിവിധങ്ങളായ ഇടങ്ങളിലേക്ക് അത് പോകും. പച്ചക്കറി, നെല്ല്, തെങ്ങ്, അതുപോലെ കൃഷി വകുപ്പിന്റെ പരിധിയിൽ വരാത്തതായിരുന്നു റബ്ബർ, ഏലം, കോഫി. ഇതിനൊക്കെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലാണ് വരുന്ന ഒരു 4-5 കൊല്ലം 2595 കോടി രൂപയുടെ പദ്ധതിയാണ് കേരളത്തിന്റെ കാർഷിക മേഖലയിൽ നടന്നു തുടങ്ങിയിരിക്കുന്നത്. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷനായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP വിജയൻ, KP മണി, നീലടി സുധാകരൻ, മറ്റ് ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.
ശരി, ഓക്കെ. ചെർപ്പളശ്ശേരിയുടെ കായിക ഭൂപടത്തിന് കരുത്തായി നഗരസഭാ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നു. ആദ്യഘട്ട പ്രവൃത്തികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. കേരള സർക്കാർ ബജറ്റിൽ അനുവദിച്ച 2 കോടി രൂപ ചെലവഴിച്ചാണ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം പണിയുന്നത്. ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോടെയാണ് സ്റ്റേഡിയം പണിയുന്നത്. ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച EMS ഹാളിൽ നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചത്. സ്റ്റേഡിയത്തിൻ്റെ മുഴുവൻ പ്രവൃത്തിയും പൂർത്തിയാക്കണമെങ്കിൽ 6 കോടി രൂപ ചിലവ് വരുമെന്നും ഘട്ടം ഘട്ടമായി സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും MLA പറഞ്ഞു. ഈ മുനിസിപ്പൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹൈസ്കൂൾ ഗ്രൗണ്ട് ഒന്ന് നമുക്ക് പരിഷ്കരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 24-25 സാമ്പത്തിക വർഷത്തിൽ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൽ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ പേര് വന്നത്. പേര് സുമാരത വന്നതല്ല. ഫണ്ടിനൊക്കെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസമുണ്ടെങ്കിലും മുൻഗണന കൊടുക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെർപ്പളശ്ശേരി ഈ മുനിസിപ്പൽ ഗ്രൗണ്ടിന് വേണ്ടി 24-25 ബഡ്ജറ്റിൽ നമ്മൾ 2 കോടി രൂപ മാറ്റിവെച്ചു. ഞങ്ങളതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ആലോചന നടത്തിയപ്പോൾ ഗ്രൗണ്ട് മാത്രം ഗ്രൗണ്ടും സ്റ്റേഡിയത്തിലും മറ്റ് സൗകര്യങ്ങൾ, പിന്നീട് മറ്റ് കോർട്ടുകൾ, ഇതെല്ലാം കൂടിയിട്ട് വരുമ്പോഴത്തേന് 6 കോടി രൂപ വരുമെന്ന് ഞങ്ങൾ പ്രാഥമികമായി അങ്ങനെ ചർച്ച നടത്തിയപ്പോൾ അവർ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ C ജയകൃഷ്ണൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V അനിത, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP സമീജ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീലജ വാഴക്കുന്നത്ത്, കൗൺസിലർമാരായ CA ബക്കർ, KM ഇസാക്ക്, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ K ബാലകൃഷ്ണൻ, മുൻ കൗൺസിലർ VT സാദിഖ് ഹുസൈൻ, CPI നേതാവ് KK സൈദലവി, കില ഫാക്കൽറ്റി ഗോപാലകൃഷ്ണൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS ഷമീർ, CDA ചെയർപേഴ്സൺ പ്രിയ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ച് നടന്ന ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ മിസ്റ്റർ ഇന്ത്യ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ നിരപ്പറമ്പ് സ്വദേശി റഫീഖിനെ MLA ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ചെർപ്പശ്ശേരി കച്ചേരിക്കുന്നിലുള്ള അജ്സൽ ഫുട്ബോൾ ഫ്രീ സ്റ്റൈൽ അവതരിപ്പിച്ചു. ആധുനിക സൗകര്യങ്ങളോടെയാണ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം വരിക. ഇതിൻ്റെ 3D മാതൃകയും പുറത്തിറക്കി. ജനപക്ഷ ബദൽ നയങ്ങൾ സംരക്ഷിക്കണമെന്ന് കേരള NGO യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. പാചകവാതക ലഭ്യതയ്ക്ക് പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്രം പറയുമ്പോഴും ജനങ്ങൾ നെട്ടോട്ടമോടുകയാണെന്ന് കണ്ണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് പറഞ്ഞു. ഈ റഷ്യയിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ ഈ പാചകവാതക സംവിധാനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ നിർദ്ദേശാനുസരണം അത് അവസാനിപ്പിച്ചു. അതിന്റെ പ്രതിസന്ധി ഉണ്ടാകുന്നു. എന്നാൽ നമ്മുടെ രാജ്യം പറയുന്നത് ഒരു പ്രതിസന്ധിയുമില്ല. എന്നാൽ നാട്ടിലെ സാധാരണക്കാരുടെ ഹോട്ടൽ തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയായി പ്രതിസന്ധി? ഇത് കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലാകെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ലോക മുതലാളിത്തം കോർപ്പറേറ്റുകളോട് കാണിക്കുന്ന വല്ലാത്ത താല്പര്യം നമ്മുടെ രാജ്യവും കാണിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം 2 ദിവസത്തെ ഒരു ദിവസത്തെ സമരം നടത്തി. ആ സമരം ലേബർ കോഡുകൾക്കെതിരാണ്. ജില്ലാ പ്രസിഡന്റ് K മഹേഷ് അധ്യക്ഷനായി. G ജിഷ അനുശോചന പ്രമേയവും ജില്ലാ സെക്രട്ടറി K സന്തോഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും M പ്രസാദ് കണക്കും അവതരിപ്പിച്ചു. AM അജിത്ത്, P ശിവദാസ് എന്നിവർ സംസാരിച്ചു. K മഹേഷിനെ പ്രസിഡന്റായും K സന്തോഷ് കുമാറിനെ സെക്രട്ടറിയായും M പ്രസാദിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ശനിയാഴ്ച രാവിലെ 10:30 നടക്കുന്ന സുഹൃത്ത് സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്യും. ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ വിത്തുഗ്രാമം പദ്ധതിക്ക് തുടക്കമായി.
വാക്കടപ്പുറത്ത് വെച്ച് നടന്ന ചടങ്ങ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തോടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലെ തിരുവനന്തപുരത്തെ ICAR കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലും വിത്തുഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വാക്കടപ്പുറത്ത് വെച്ച് നടന്ന ചടങ്ങ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തോടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത്, കൃഷി വികസന കർഷക ക്ഷേമ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനവും കാർഷികാധിഷ്ഠിത STI ഹബ്ബും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ അഞ്ചാമത്തെ കേന്ദ്രം, കേരളത്തിലെ അഞ്ചാമത്തെ കേന്ദ്രം നമ്മുടെ ഈ വാക്കടപ്പുറം പ്രദേശത്ത്, കരിമ്പുഴ പഞ്ചായത്തിലെ വാക്കടപ്പുറം പ്രദേശത്ത് എത്തി നിൽക്കുന്നു എന്നുള്ളതിൽ പഞ്ചായത്തിൻ്റെ ഒരു സന്തോഷം കൂടി അറിയിക്കുകയാണ്. നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോകണം. ഇപ്പോൾ ട്രെയിനിങ്ങുകൾ, അതുപോലെ തന്നെ വനിതകൾക്ക് ഒരുപാട് വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം കൂടിയാണ് എന്നുള്ളത് മനസ്സിലായി ഇവിടെ വന്ന് കണ്ടപ്പോൾ. അത് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ 2 വില്ലേജിലുള്ള ആളുകൾക്ക്, വനിതകൾക്ക് ഇവിടെ വന്ന് പരിശീലനം ചെയ്യുവാനും വരുമാന മാർഗം ഉണ്ടാക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് തിരഞ്ഞെടുത്തത് നമ്മൾ കാർഷിക മേഖല, അത് നമുക്ക് നിർബന്ധമായിട്ടും ചെയ്തു പോകേണ്ട ഒന്നാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒക്കെ ചെയ്യണത് നമ്മൾ പഞ്ചായത്തും ഫണ്ടൊക്കെ വെച്ച് നീക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ K. സുനിൽകുമാർ അധ്യക്ഷനായി. വാർഡ് മെമ്പർ വിജിത, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീജ KV, STA സ്റ്റേറ്റ് കോർഡിനേറ്റർ നിതീഷ് KV, പ്രോജക്ടിന്റെ കരിമ്പുഴ യൂണിറ്റ് കോർഡിനേറ്റർമാരായ കൃഷ്ണനുണ്ണി, ഗോവിന്ദൻ വൈദ്യർ, വിനീത എന്നിവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെയും ഉൽപാദനം എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. 50ഓളം കർഷകർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. തിരഞ്ഞെടുത്ത 25 SC കർഷകർക്ക് കൃഷിക്കാവശ്യമായ 4000 കിലോ രാസവളം, ഓരോരുത്തർക്കും സ്പ്രേയർ, 30 മീറ്റർ വീതം ഹോസ്, സൂക്ഷ്മമൂലക ലായനി, പിക്കാസ്, നടീൽ വസ്തുക്കളായ ചേന, കൂർക്കത്തൈ, മധുരക്കിഴങ്ങ് വള്ളി എന്നിവ വിതരണം ചെയ്തു. പദ്ധതി പ്രകാരം മികച്ച രീതിയിൽ വിത്തുൽപാദനം നടത്തുന്നവരെ ICAR CTCRIയുടെ വിത്തുൽപാദകരാക്കി കിഴങ്ങുവിള വിത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ ജലസംഭരണിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ബണ്ട് നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും നടക്കുന്നുണ്ട്. മുഹമ്മദ് മുഹസിൻ MLA നിലവിലെ പ്രവൃത്തികൾ വിലയിരുത്തി. ജലസംരക്ഷണവും കാർഷിക ജലസേചനവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 2 ഏക്കർ വിസ്തൃതിയിൽ ജലസംഭരണി നിർമ്മിക്കുന്നത്. 4 കോടി രൂപ ചെലവിൽ കുളം നിർമ്മാണത്തിന് നേരത്തെ തുടക്കമായിരുന്നു. എന്നാൽ വലിയ തോതിൽ ഉറവ വന്ന സാഹചര്യത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ച പ്രവൃത്തികളാണ് വേനൽ തുടങ്ങിയതോടെ പുനരാരംഭിച്ചത്. നിലവിൽ കുളത്തിലെ മണ്ണ് നീക്കം ചെയ്യാൻ ബണ്ട് നിർമ്മാണം എന്നിവയുടെ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. വേനലിൽ കുറച്ചുകൂടി വെള്ളം വറ്റുന്ന സാഹചര്യത്തിൽ കുളത്തിലെ പാറ പൊട്ടിക്കൽ നടത്തും. തുടർന്ന് എത്രയും പെട്ടെന്ന് കുളം സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രവൃത്തി പുരോഗതി വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. വേനൽക്കാലത്ത് നേരിടുന്ന വരൾച്ച പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്. നെല്ല് കൃഷി, പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കും തടസ്സമായ സാഹചര്യത്തിലാണ് ജലസേചനം ഉറപ്പുവരുത്തുന്നതിന് കുളം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ വളരെ വലിയ ഒരു ജലസംഭരണി എന്നുള്ള തരത്തിൽ തന്നെ വലിയൊരു കുളം നമ്മളിവിടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ വർക്ക് ആരംഭിച്ചിരുന്നെങ്കിലും ഇതിന്റെ ഉറവ വളരെയേറെ ആയതുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയാതെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. അത്യാവശ്യം ആഴത്തിൽ പല ഭാഗത്തും ഇത് കുഴിച്ചു കഴിഞ്ഞു. ബണ്ട് ഉണ്ടാക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതിൽ തടസ്സം എന്ന് പറയുന്നത് കുറച്ച് പാറയുണ്ട്. ആ പാറയുടെ ഭാഗം വേണമെങ്കിൽ നല്ല വെള്ളമാണ്, അത് പൊട്ടിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഇനിയും കുറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരുമെങ്കിലും വളരെ വേഗത്തിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ളം കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഈ ജലസംഭരണി എത്രയും വേഗം പൂർത്തീകരിക്കും. നമുക്കറിയാം നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ഇവിടുത്തെ പഠനാവശ്യത്തിനാണെങ്കിലും റിസർച്ചിന്റെ ആവശ്യത്തിനാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റു കൃഷി ആവശ്യത്തിനാണെങ്കിലും ഒക്കെ ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം കിട്ടുകയും ഈ പരിസര പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ വെള്ളം നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ജലവിധാനമായിട്ട് ഇത് മാറുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വർക്ക് ഇടക്കാലത്ത് ഉറവ വളരെ ശക്തമാകുകയും മഴ പെയ്തുകൊണ്ടും വർക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അത് മറികടന്നുകൊണ്ട് ഇപ്പോൾ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്നു എന്ന കാര്യമാണ് അറിയിക്കുന്നത്. ഒരു ചെറിയ ഇടവേള കൂടി.
കൂടുതൽ വാർത്തകൾ നോക്കാം. കടമ്പളിപ്പുറം പുല്ലുണ്ടശ്ശേരി ALP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനമായി. പൊതുസമ്മേളനം കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കടമ്പളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന അധ്യക്ഷത വഹിച്ചു. VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. KN കുട്ടി കടമ്പളിപ്പുറം ശതപഥം സ്മരണിക പ്രകാശനം ചെയ്തു. NP പ്രിയേഷ്, PK സുകുമാരൻ, N നാരായണൻകുട്ടി, വാർഡ് മെമ്പർ ശ്രീലത, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ K ദിലീപ് കുമാർ, AK മണികണ്ഠൻ, അഭിലാഷ് ജോയ്, PTA പ്രസിഡന്റ് ശ്രുതി, ലിജിത, NK പ്രേമാവതി, P ഷാജി കുമാരി, P ഷാജി, ദിയ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. സൂര്യഗോളം ജ്വലിച്ചു തിളച്ചുരുൾ പോലെ പൊട്ടി തെറിച്ചായതിലൊരു ഖണ്ഡമാ കതിര് കതിര് കൊണ്ടുവായോ, കട്ട കെട്ടി കൊയ്ത് കൂട്ടിവായോ, കതിര് 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 ചിലമ്പൊലിക്കാട്ടെ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുളി തുളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. ഗംഗ കവിത എഴുതി. സ്കൂളും കൂട്ടുകാരും കൂടെ നിന്നതോടെ കവിതകൾ സമാഹാരമായി പുറത്തിറങ്ങി. തച്ചനാടുകര കുണ്ടൂർക്കുന്ന് VP AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി ഗംഗ ഗിരീഷ് കുമാർ എഴുതിയ വെയിലിൻ്റെ വിരൽത്തുമ്പ് എന്ന കവിതാ സമാഹാരമാണ് വെളിച്ചം കണ്ടത്. തച്ചമ്പാറ ആപ്പിൾ ബുക്സ് ആണ് പ്രസാധകർ. സ്കൂൾ അധ്യാപകനും എഴുത്തുകാരനുമായ ശിവപ്രസാദ് പാലോടാണ് അവതാരിക എഴുതിയത്. സ്കൂൾ പഠനോത്സവത്തിൽ യൂറീക്ക പത്രാധിപ സമിതി അംഗം PM നാരായണൻ പുസ്തകം പ്രകാശനം ചെയ്തു. സ്കൂൾ മാനേജർമാരായ TM അനുജൻ, VM വസുമതി, പ്രധാനാധ്യാപകൻ C ഓമനക്കുട്ടൻ, A പ്രിയൻ, സന്ധ്യ സുജിത്, KM പരമേശ്വരൻ, രാഹുൽ, K ഗിരീഷ് കുമാർ, സാഹിത്യകാരൻ ശരത്, ബാബു തച്ചമ്പാറ, ഗംഗ ഗിരീഷ് കുമാർ, AM രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടക്കാട് കളരിക്കൽ ഗിരീഷ് കുമാർ, രമ്യ ദമ്പതികളുടെ മകളാണ് ഗംഗ. കെ പ്രേംകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന ഹെൽത്തി കിഡ്സ് പദ്ധതിയുടെ ഉദ്ഘാടനം കടമ്പളിപ്പുറം GUP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി മുഖ്യാതിഥിയായി. ഹെൽത്തി കിഡ്സ് ഡയറക്ടർ ഹരിപ്രഭാകർ പദ്ധതി വിശദീകരണം നടത്തി. NP പ്രിയേഷ്, AK ഷീലാദേവി, C കൃഷ്ണൻകുട്ടി, സവിത MP, K രാമചന്ദ്രൻ, MV അനീഷ്, PK മധുസൂദനൻ, ശരത് മോഹൻ, A നാരായണൻ, സുനി, ഹെഡ്മാസ്റ്റർ MP ഗോപാലകൃഷ്ണൻ, രജനി CK എന്നിവർ പങ്കെടുത്തു. രേഖാപരമായിട്ടുണ്ട്, പക്ഷേ അവർക്ക് കളിക്കാനുള്ള അവസരങ്ങൾ താരതമ്യേന കുറവാണ്. വിശേഷിച്ച് പെൺകുട്ടികൾക്ക് അവർക്ക് വ്യായാമം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. അണുകുടുംബം എന്ന നിലയിൽ അച്ഛനമ്മ, 1-2 മക്കൾ എന്ന നിലയിൽ ചെറിയ വീടും ചെറിയ സ്ഥലവും അത്തരം സൗകര്യങ്ങളും എല്ലാം ഉള്ള കുടുംബങ്ങളിലെ ധാരാളം കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് പഠനത്തോടൊപ്പം അവരുടെ കായികമായ, ശാരീരികവും മാനസികവുമായിട്ടുള്ള അവരുടെ മികവ്, കഴിവ് വർദ്ധിപ്പിക്കാനുള്ള രാജ്യമാകെ ശ്രദ്ധിച്ച, രാജ്യത്തിനാകെ മാതൃകയായ പദ്ധതിയാണ് കേരളത്തിൽ കായിക വകുപ്പ്, സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഹെൽത്തി കിഡ്സ് എന്ന പേരായിട്ടുള്ള പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ഡലം നേതാക്കളെ പരിഗണിക്കാതെ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരത്തിന് പേയ്മെന്റ് സീറ്റ് നൽകിയെന്ന തരത്തിൽ ഫ്ലക്സ് വെച്ചതിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ. ഇത് ഗൂഢാലോചനയുടെ ഭാഗമെന്നും ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമെന്നും ഫ്ലക്സിൽ പേരുള്ള നേതാക്കൾ. നജീബ് കാന്തപുരത്തിന്റെ ജനസമിതിയിൽ ഭയപ്പെട്ടവരാണ് ഫ്ലക്സിന് പിന്നിലെന്ന് KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ്. പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം. ഹോട്ടലുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിൽ. സിലിണ്ടറുകൾ ലഭ്യമായില്ലെങ്കിൽ ശനിയാഴ്ച മുതൽ ഒറ്റപ്പാലത്ത് ഹോട്ടലുകളുടെ പ്രവർത്തനം നിർത്തിവെക്കുമെന്ന്
ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ. പെരിന്തൽമണ്ണ ഏലംകുളത്ത് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ യുവാവിന് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോടതി. മണ്ണാർക്കാട് കുമരംപുത്തൂർ സ്വദേശി പാറപ്പുറവൻ മുഹമ്മദ് റഫീഖിനാണ് ശിക്ഷ. സംഭവം നടന്നത് 2023 ഏപ്രിലിൽ. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവം. 2 പേർ അറസ്റ്റിൽ. മരിച്ച അനൂപിന്റെ സുഹൃത്തുക്കളായ സന്തോഷ്, സനൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസ്. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ വർദ്ധിക്കുന്ന അപകടങ്ങൾ നാറ്റ്പാക് സംഘം വിശദമായ പരിശോധന നടത്തി. പരിശോധനാ റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുമെന്ന് സംഘം. തിരുവിഴാകുന്നിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് തുരത്തണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി TK ഇപ്പു. മരിച്ച വനം വകുപ്പ് വാച്ചർ ഷൈജുവിന്റെ ബന്ധുവിന് അടിയന്തരമായി സർക്കാർ ജോലി നൽകണമെന്നും കർഷക കോൺഗ്രസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.